Good morning, all. Good morning, all. Okay. Response ഒന്നുമില്ലല്ലോ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്. ഓക്കെ ദെൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫംഗ്ഷൻസ് ആണ്, മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ രണ്ട് ഫംഗ്ഷൻസും കൂടി ബാക്കി ഉണ്ടായിരുന്നു, ലീഡിങ് ആൻഡ് ഡയറക്ടിങ്, ദെൻ കൺട്രോളിങ്. ഓക്കെ, അപ്പോ ലീഡിങ് ആൻഡ് ഡയറക്ടിങ് നോക്കാം. ലീഡിങ് ആൻഡ് ഡയറക്ടിങ്, this is influencing people so that they will contribute to the organization and group goals in an effective manner. And the leading and directing എന്ന് പറഞ്ഞത്, this is influencing people. ഇത് people's എന്തെയും influence ചെയ്യുന്ന ഒരു പാഠം. Then so that they will contribute to the organization and group goals in an effective manner. അതായത് എന്താണ് പറയുന്നത്, നമുക്കറിയാം ഇപ്പൊ ആരെങ്കിലും ഒരു ലീഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു നേതൃത്വം കൊടുക്കാനായിട്ട്. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരു കമ്പനിയിലാണെങ്കിലും ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടാകും. സോ ആ സ്റ്റാഫുകളെ ഒരു ലീഡ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മളൊരു ക്ലാസ് റൂമിലാണെങ്കിൽ ഒരു ക്ലാസ് ലീഡർ ഉണ്ടാകും അല്ലേ. അപ്പൊ ക്ലാസ് ലീഡറിന്റെ ഡ്യൂട്ടി എന്താണ്, കുട്ടികളെ ലീഡ് ചെയ്യണം അല്ലെ. നമ്മൾ സ്റ്റുഡൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാം അല്ലെ, ക്ലാസ് ഒക്കെ മാനേജ് ചെയ്യാം, ഒരു നേതൃത്വം ഉണ്ടാകും. സോ അതുപോലെ തന്നെ ഒരു മാനേജ്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ലീഡ് ചെയ്യുക എന്നുള്ളത്. അത് പീപ്പിൾസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ദേ വിൽ കോൺട്രിബ്യൂട്ട് ഓർഗനൈസേഷൻസിലോട്ട്, ഓർഗനൈസേഷന്റെ ഗോൾസ്, ലക്ഷ്യങ്ങൾ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് ഈ ലീഡിങ് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. ഡയറക്ടിങ് ഈസ്, ഇനി എന്താണ് ഡയറക്ടിങ് എന്ന്? ഡയറക്ടിങ് ഈസ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾസ് ബിഹേവിയർ ത്രൂ മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ലീഡർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ. ഡയറക്ടിങ് എന്നുള്ളത് പീപ്പിൾസിന്റെ, അതായത് ഓരോ വ്യക്തികളുടെയും സ്വഭാവത്തിനെ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്തിലൂടെ? മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ഡൈനാമിക്സ്, ലീഡർഷിപ്പ് ആൻഡ് ഡിസിപ്ലിൻ. മോട്ടിവേഷനിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പിലുള്ള പല പല പ്രവർത്തനങ്ങളിലൂടെയും, ലീഡർഷിപ്പിലൂടെയും ഡിസിപ്ലിനിലൂടെയും ഇതിനെല്ലാം നമ്മൾ പീപ്പിൾസിനെ എന്ത് ചെയ്യുന്നു? ഡയറക്ടിങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഡയറക്ടിങ് വെച്ചാലും ഇതുപോലെ കാര്യങ്ങളൊക്കെ ഡയറക്ട് ചെയ്യാന്ന് പറയില്ലേ. ഒരു ലീഡർ ആയിട്ട് വ്യക്തി ഉണ്ടാകും, അദ്ദേഹത്തിന്റെ കീഴിലാണ് ബാക്കിയുള്ള സപ്പോർട്ടിനേഴ്സുകളും മറ്റും പ്രവർത്തിക്കുന്നത്. ഡയറക്ടിങ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. ഡയറക്ടിങ്ങിൽ വരുന്ന എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്നാണ് മാർക്ക് ചെയ്യണം, എക്സാമിന് ചോദിക്കോട്ടോ. ഡയറക്ടിങ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് ഡയറക്ടിങ്ങിൽ വരുന്ന ആക്ടിവിറ്റീസ്? ഗിവിംഗ് ഓർഡേഴ്സ് അല്ലെ. നമ്മൾ പറയും ഒരു വ്യക്തി ഒരു ഡയറക്ടർ പൊസിഷനിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് കാര്യങ്ങളൊക്കെ ഡയറക്ട് ചെയ്യുന്നത്, അവിടെയുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സോ അതിൽ വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഗിവിംഗ് ഓർഡേഴ്സ് അല്ലെ. ഓർഡറുകളൊക്കെ കൊടുക്കും, സബോർഡിനേറ്റ്സുകൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഓരോരോ ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓർഡർ പോലെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. മേക്കിംഗ് സൂപ്പർവിഷൻ, എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു മേൽനോട്ടം വഹിക്കുന്നു. ഇതിന് ലീഡിങ്, ഒരു ലീഡർ ആയിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുന്നു. Then motivating, പേഴ്സൺസിനെ എന്ത് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. Then communicating, അവരായിട്ട് പരസ്പര കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഡയറക്ടിങ് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഗിവിംഗ് ഓർഡേഴ്സ്, മേക്കിംഗ് സൂപ്പർവിഷൻ, ലീഡിങ്, മോട്ടിവേറ്റിംഗ്, then കമ്മ്യൂണിക്കേറ്റിംഗ്. മാർക്ക് ചെയ്തോ? സൈഡിൽ മാർക്ക് ചെയ്യണോ കേട്ടോ. മാർക്ക് ചെയ്തോ എല്ലാവരും? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, എന്ത് പറ്റി? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ എന്താ പറയാ, പഠിച്ച് മതിയായോ? റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത എന്ത് പറ്റി? എല്ലാവരും ഇങ്ങനെ വളരെ തിങ്കളാഴ്ച ആയതുകൊണ്ടാണോ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ എന്താണ്, തിങ്കളാഴ്ച ദിവസം ഒരു ഉഷാറില്ലാന്ന് പറയില്ലേ, ഉണ്ടോ? അങ്ങനെയുണ്ടോ? മൺഡേ പൊതുവേ അല്ലേ, സാറ്റർഡേ സൺഡേ ഒക്കെ കഴിഞ്ഞിട്ടേ മൺഡേ കയറുമ്പോൾ ഒരു എല്ലാവർക്കും ഒരു അങ്ങനെ ഒരു ചൊവ്വ ബുധനൊക്കെ ആകുമ്പോഴൊക്കെ എന്താ ആ ഒരു നോർമൽ ഇതിനകത്തോട്ട് എത്തുള്ളൂ. അങ്ങനെയാണോ? അതുകൊണ്ടാണോ ഒരു ഉഷാറില്ലാത്തത്? ആണോ? ഒന്നിനും റിപ്ലൈ ഇല്ലല്ലോ. ഓക്കെ ആണ്. ഓക്കെ, നിങ്ങൾ റെസ്പോണ്ട് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക കേട്ടോ. നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ഇല്ലാണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ഉറങ്ങിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് എണീറ്റോളൂ, ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. 1 മണിക്കൂറല്ലേ. ഓക്കെ,
Then ഇനി ഒന്ന് വായിച്ചു നോക്കി, ലീഡിങ് ആൻഡ് ഡയറക്ടിങ് വായിക്കാം. ദെൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് പ്രത്യേകം വായിക്കണം പോയിന്റ്സുകൾ. കംപ്ലീറ്റ് ചെയ്തോ? ലീഡിങ് ആൻഡ് ഡയറക്ടിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പോ നമ്മുടെ മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസിലെ ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് കൺട്രോളിങ്. This is the measuring and correcting the activities of the subordinates in order to ensure that the events conform to the plans. എന്താണ് പറയുന്നത്? Controlling is the measuring and correcting the activities of subordinates in order to ensure that the events conform to the plans. എന്താണ് പറയുന്നത്? അതായത് സബോർഡിനേറ്റ്സിന്റെ പ്രവർത്തനങ്ങള്, അതായത് ഇപ്പൊ ലീഡർ ആണെങ്കിൽ ലീഡറിന്റെ താഴെയുള്ള, അതായത് ഇപ്പൊ ഒരു മാനേജറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സബോർഡിനേറ്റ്സ്, കീഴുദ്യോഗസ്ഥര് അല്ലെ, അവരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു? അവരുടെ പ്രവർത്തനങ്ങളെ മെഷർ ചെയ്യുന്നു, അവരുടെ പ്രവർത്തനങ്ങളെ അളക്കുന്നു, ദെൻ അത് കറക്റ്റിംഗ് ചെയ്യുന്നു. അതായത് ഇപ്പൊ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്, ഇനി അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സുകളൊക്കെ അവർ വരുത്തിയിട്ടുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നു. ഈ ഒരു ശരിയാണോ അത് മെഷർ ചെയ്യുന്നു, കറക്റ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺട്രോളിംഗ് എന്ന് പറയുന്നത്. Then all the above activities need to be backed up by the process of coordination by manager, administrator at all levels. ഇനി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അതായത് കൺട്രോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ദെൻ സ്റ്റാഫുകൾക്കിടയിലും കോർഡിനേഷൻസും മറ്റും വരുത്തേണ്ട ഡ്യൂട്ടി മാനേജറും അഡ്മിനിസ്ട്രേറ്റർ അറ്റ് ഓൾ ലെവൽസ്, എല്ലാ ലെവലിലുമുള്ള അഡ്മിനിസ്ട്രേറ്റർമാരും മാനേജർമാരുടെ ഡ്യൂട്ടി ആണെന്ന്. ഈ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ് ഈ നമ്മള് എംപ്ലോയീസിന്റെ ഇടയിലുള്ള ഒരു കോർഡിനേഷനും മറ്റും നോക്കേണ്ട ഡ്യൂട്ടി മാനേജർക്കും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്ററുമാണ്. പ്രവർത്തനങ്ങള് നമ്മള് കോർഡിനേഷൻ ചെയ്തതും പിന്തുണയൊക്കെ കൊടുക്കുന്നത്, ബാക്കപ്പ് ഒക്കെ കൊടുക്കുന്നത്. Then controlling is the process of checking whether or not proper progress is being made towards the objectives and goals and acting if necessary to correct any deviation. Underline ചെയ്യാട്ടോ. തിയോ ഹൈമാന്റെ ഒരു ഡെഫിനിഷൻ ആണ് കൺട്രോളിങ്ങിനെ കുറിച്ച്. അണ്ടർലൈൻ ചെയ്യാം, അതൊന്നും കൂടി നമുക്ക് വായിക്കാം കേട്ടോ. തിയോ ഹൈമാന്റെ ഒരു ഡെഫിനിഷൻ ആണ് കൺട്രോളിങ്ങിനെ കുറിച്ച് പറയുന്നതാണ് അദ്ദേഹം. അണ്ടർലൈൻ ചെയ്തോ? ഇനി ഒന്ന് വായിക്കാം. Controlling is the process of checking whether or not proper progress is being made towards objectives and goals and acting if necessary to correct any deviation. എന്താണ് പറയുന്നത്? അതായത് നമ്മളുടെ ലക്ഷ്യങ്ങൾ അല്ലെ, ഇപ്പൊ ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് അല്ലെ, ആ ഒരു ലക്ഷ്യങ്ങള് ശരിയായിട്ടുള്ള ഒരു പുരോഗതി, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ, ലക്ഷ്യങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പുരോഗതി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുകയും ചെക്ക് ചെയ്യുകയും then whether not proper progress is being made towards objective acting if necessary. അതായത് ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങള് പരിശോധന, ലക്ഷ്യങ്ങൾക്ക് ഒരു പുരോഗതി ഉണ്ടോ, ആ ലക്ഷ്യങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടോ, സോ ആ ലക്ഷ്യങ്ങൾക്ക് ഒരു പുരോഗതി ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ഇനി ആവശ്യമെങ്കിൽ ഇഫ് നെസസറി, ആവശ്യമെങ്കിൽ അതിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കറക്റ്റ് ഡീവിയേഷനിലോട്ട് ഈ ഒരു ലക്ഷ്യങ്ങളെ എത്തിക്കാനായിട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? കൺട്രോളിംഗ് എന്ന് പറയുന്നത്. ലക്ഷ്യങ്ങൾക്ക് പുരോഗതി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു, ദെൻ ആവശ്യമെങ്കിൽ ഇഫ് നെസസറി കറക്റ്റ് എനി ഡീവിയേഷൻ, ശരിയായിട്ടുള്ള രീതിയിലോട്ട് എത്തിക്കാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതിനെയാണ് തിയോ ഹൈമാനാണ് കൺട്രോളിംഗ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്.
ഡെഫിനേഷൻ പഠിക്കണോട്ടോ, ആളുടെ പേര് നോക്കണേ. കൺട്രോളിങ്ങിന്റെ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത് തിയോ ഹൈമാൻ. ഓക്കെ, അണ്ടർലൈൻ ചെയ്തല്ലോ എല്ലാവരും. ദെൻ കൺട്രോളിങ് വായിച്ചു നോക്കുക, കൺട്രോളിങ് വായിക്കുക. then അതിന്റെ സ്റ്റെപ്സ് ആണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. സ്റ്റെപ്സ് കൂടി പറയാം എന്നിട്ട് വായിക്കാം കേട്ടോ. സ്റ്റെപ്സ് ഒരു 3 സ്റ്റെപ്സ് പറയുന്നുണ്ടേ, നോക്കാം. സ്റ്റെപ്സ് ഓഫ് കൺട്രോളിങ്, കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആൻഡ് മെഷറിംഗ് പെർഫോമൻസ്. സ്റ്റാൻഡേർഡ് പെർഫോമൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതുപോലെ തന്നെ പെർഫോമൻസിനെ മെഷർ ചെയ്യണം. എംപ്ലോയീസിന്റെ ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസിന് സ്ഥാപിക്കും, സ്റ്റാൻഡേർഡ് ഒക്കെ നിർമ്മിക്കണം. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ പെർഫോമൻസിനെ മെഷർ ചെയ്യണം, പ്രകടനങ്ങൾ എന്ത് ചെയ്യുക, വിലയിരുത്തണം. then correcting deviations from standards, അല്ലെ? അതായത് സ്റ്റാൻഡേർഡ്സുകളിൽ നിന്നും വ്യതിയായിട്ടുള്ള എന്തെങ്കിലും എന്താ പറയാ, ഡീവിയേഷൻസ്, കറക്റ്റ് ആയിട്ടുള്ള ഡീവിയേഷൻസ് ആണോ അത് കറക്റ്റ് ചെയ്യുന്നതാണ്. പുരോഗതി ശരിയല്ല എങ്കിൽ ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ശരിയായിട്ടുള്ള രീതിക്ക് കൊണ്ടുവരിക. കമ്പയറിംഗ് ആക്ച്വൽ റിസൾട്ട് വിത്ത് ദ സ്റ്റാൻഡേർഡ്, അല്ലെ? സ്റ്റാൻഡേർഡ് മാനദണ്ഡവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം റിസൾട്ട്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് അവരുടെ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. കൺട്രോളിംഗിൽ തിയോ ഹൈമാന്റെ ഡെഫിനിഷൻ ഓർത്ത് വെക്കുക, അങ്ങനെ അദ്ദേഹത്തിന്റെ പേരും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതിൽ പ്രത്യേക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അതാണ് വരുന്നത്. പഠിച്ചോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. സോ ഇപ്പൊ നമ്മൾ നോക്കിയത് ഫങ്ഷൻസ് ആണ് പഠിച്ചത്. നമ്മള് ടോട്ടൽ എല്ലാ ഫങ്ഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. Functions of management: planning, organizing, staffing, directing or leading, and controlling. 5 ഫങ്ഷൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഫങ്ഷൻസും then അതിന്റെ ഉള്ളിൽ തന്നെ എന്താണ്, ഒരുപാട് വ്യക്തികളുടെ പേരുകൾ പറയുന്നുണ്ട്, ഡെഫിനിഷൻസ് പറയുന്നുണ്ട്, then അതിന്റെ സബ് പോയിന്റ്സുകൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ്. നമ്മൾ കംപ്ലീറ്റ് എല്ലാ ഫങ്ഷൻസും പഠിച്ചു. then പഠിക്കണം, പഠിച്ചിട്ടില്ല പഠിച്ചിരിക്കണം കേട്ടോ. ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. then next one, activities of hospital administration. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഭാഗത്ത് പഠിച്ചു. ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും കേട്ടോ. ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ സെയിം ആ ഒരു കാറ്റഗറി 1, 2, 3 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയതാണ്. ഓർക്കണം കേട്ടോ, ഞാൻ വായിക്കാം. അപ്പൊ അത് തന്നെയാണ് വീണ്ടും കൊടുത്തിരിക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിപ്പയർ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ, പ്ലാനിംഗ് ഓഫ് ദ ഹോസ്പിറ്റൽ സിസ്റ്റം ഓഫ് വർക്ക്, then determination of international policy, regulation for the operation of hospitals, establishment of architectural control and standards. എവിടെയെങ്കിലും ഓർക്കണുണ്ടോ വായിച്ചതായിട്ട്? ഓർക്കണുണ്ടോ? വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും കേട്ടോ. ഓർക്കണില്ലേ, നമ്മൾ ചാപ്റ്റർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ
ചാപ്റ്ററിന്റെ ഫസ്റ്റ് പേജിൽ തന്നെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് പ്രവർത്തനങ്ങൾ, എന്നിട്ട് ഞാൻ കാറ്റഗറി 1 എഴുതാൻ പറഞ്ഞു, കാറ്റഗറി 2 എഴുതാൻ പറഞ്ഞു, കാറ്റഗറി 3 എഴുതാൻ പറഞ്ഞു നിങ്ങളോട്. ഓർക്കുന്നുണ്ടോ? കുറച്ച് പേർക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, സെയിം കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിൽ റിപ്പീറ്റ് ചെയ്യണില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതിയല്ലോ. ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രവർത്തനങ്ങളാണ് പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ, നിയമങ്ങളൊക്കെ നിർമ്മിക്കണം, ഹോസ്പിറ്റൽ സിസ്റ്റത്തിന് റോളായിട്ട് കാണുക, ഇന്റർനാഷണൽ പോളിസികൾ ക്രിയേറ്റ് ചെയ്യുക, ദെൻ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള റെഗുലേഷൻസുകൾ കൊണ്ടുവരണം, ആർക്കിടെക്ചറൽ കൺട്രോൾസുകൾ കൊണ്ടുവരിക. രണ്ടാമത്തെ പോയിന്റ്, application of hospital legislation, social assistance provisions by authorities responsible for management hospital services, whether local, regional, public or private. 3 സെക്ഷനിലും സോഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാണ് ഹോസ്പിറ്റൽ, അല്ലെ? സാമൂഹികപരമായിട്ടുള്ള സഹായങ്ങൾ, അത് ലോക്കൽ ആയിക്കൊള്ളട്ടെ, റീജിയണൽ ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും പ്രൈവറ്റ് രീതിയിലാണെങ്കിലും അസിസ്റ്റൻസുകൾ കൊടുക്കുക. ദെൻ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് daily functioning of hospital by the administrative staff concerned with personnel, finance, accounts and technical services. Daily പ്രവർത്തനങ്ങൾ, അതായത് എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ, അക്കൗണ്ട്, ടെക്നിക്കൽ സർവീസുകൾ. ഓക്കെ, ഇത് സെയിം പോയിന്റ് തന്നെയാണ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗിൽ പഠിച്ചത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി. ആക്ടിവിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. മൂന്ന് ആക്ടിവിറ്റീസുകളാണ് കേട്ടോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ. കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇനി നെക്സ്റ്റ് വൺ, ചലഞ്ചസ് ഫേസ്ഡ് ബൈ അഡ്മിനിസ്ട്രേറ്റർ. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് പോയിന്റ്സുകൾ മാത്രമേ ഉള്ളൂ, നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചലഞ്ച് ചെയ്യുന്ന, ഫേസ് ചെയ്യുന്ന ചലഞ്ചസുകൾ എന്തൊക്കെയാണെന്ന്, വെല്ലുവിളികൾ. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ടും വരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഫേസ് ചെയ്യേണ്ട ചലഞ്ചസ്? ജസ്റ്റ് പോയിന്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ആ പോയിന്റ്സ് മാത്രം പഠിക്കുക. അതിനെ ഒരുപാട് എന്താ പറയാ വിപുലീകരിച്ച് പഠിക്കാനൊന്നുമില്ല. എക്സാക്ട് ആ പോയിന്റ് മാത്രം പഠിക്കുക. ഒരു 5 ചലഞ്ചസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. നോക്കാം. Competing for healthcare professionals, then specialize for growth, prepare for future, then managing Medicare and Medicaid, improve patient care through technology. Okay, ഞാൻ ജസ്റ്റ് ഒന്ന് എന്താണെന്ന് ഓരോ പോയിന്റ് പറയാം, എഴുതി ഒന്നും വെക്കില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾ ആ പോയിന്റ്സുകൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ മെഡിക്കെയർ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എന്താണെന്നുള്ളത് വളരെ ഷോർട്ട് ആക്കിയത് പറഞ്ഞുതരാം, ഓരോ പോയിന്റ്സുകൾ. പോരെ? അതുപോലെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് ആ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ചലഞ്ചസ് എന്തൊക്കെയാണോ അത് മാത്രം പഠിക്കാനുള്ളൂ. ദെൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞുള്ളൂ. നോക്കാം. ഫസ്റ്റ് വൺ, കോമ്പറ്റീവ് ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അല്ലെ? അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് അടുത്തായിട്ടുള്ള ഒരു മത്സരം. അതായത് ഒരു അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ് ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ ഒക്കെ നിയമിക്കണം, അല്ലെ? ഡോക്ടേഴ്സുകളെ കൊണ്ടുവരിക എന്നുള്ളത്. നമുക്കറിയാം ഈ ഡോക്ടേഴ്സിനെ ഓരോ ഹോസ്പിറ്റലുകാരും ഇപ്പോൾ ചില ഡോക്ടേഴ്സിന് നല്ലൊരു ഇതുണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സിന് കുറച്ചുകൂടി സാലറി മറ്റൊരു ഹോസ്പിറ്റലിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടേഴ്സ് എങ്ങോട്ട് മാറും? ആ ഹോസ്പിറ്റലിലോട്ട് മാറും, ഇല്ലേ? നമ്മൾ ചിലപ്പോൾ ഡോക്ടേഴ്സിന് സ്ഥിരമായിട്ട് ഒരാളെ കണ്ടുകൊണ്ടിരിക്കണേരിക്കും. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ആ ഡോക്ടറോട് മാറിപ്പോയിട്ടുണ്ടാവും, ഇല്ലേ? സ്വാഭാവികമായിട്ടും സംഭവിക്കാറുള്ളതല്ലേ? ആണോ? ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിലേ ചിലപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് സ്ഥിരമായിട്ട് ഒരാളെ കാണുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ എന്തായിരിക്കും? ആ ഡോക്ടറോട് മാറിപ്പോയിട്ടുണ്ടാവും.
ഒരു കോമ്പറ്റീഷൻ തന്നെയാണ് അല്ലെ. അതായത് ഇപ്പൊ ഡോക്ടേഴ്സിനാണെങ്കിലും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി ഒക്കെ പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ ബെറ്റർ എക്യുപ്മെന്റ്സ്, അവർക്ക് എല്ലാ അമ്യൂണിറ്റീസും സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവര് ഓൾറെഡി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അവർ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിച്ചു, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്ന ജോലിയിൽ വലിയ സാലറി കാര്യങ്ങളും ഇല്ല, ബെനഫിറ്റ്സുകളൊന്നും ഇല്ല, എങ്കിലും നിങ്ങൾക്ക് വേറൊരു കമ്പനിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്, ഓൾറെഡി നമ്മൾ നിൽക്കുന്നതിനേക്കാൾ നല്ല സാലറി കാര്യങ്ങളും ബെനഫിറ്റ്സും എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് ആ ഒരു ബെനഫിറ്റ് ഏതാണോ അതിനകത്തോട്ട് മാറാനല്ലേ നമ്മൾ ശ്രമിക്കുക. അല്ലാതെ സാലറി കുറവുള്ളത് ഭയങ്കര വർക്ക് ലോഡായിട്ട് അവിടെ തന്നെ നമ്മൾ പിടിച്ചിരിക്കോ? അങ്ങനെയാണോ? ഇത് മതി, കിട്ടിയത് മതി എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കോ? ഇല്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്ന്. അതായത് അട്രാക്റ്റീവ് സാലറി അവർക്ക് കൊടുക്കണം, അവരെ നമ്മൾ ആകർഷിക്കാനായിട്ടുള്ള സാലറി വേണം, ബെറ്റർ എക്യുപ്മെന്റ്സ് കാര്യങ്ങളും. സോ ഡോക്ടേഴ്സിന് നമ്മളുടെ സ്ഥാപനത്തില് അല്ലെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ക്ഷണിക്കണം. ഓക്കെ, അപ്പൊ അതൊരു ചലഞ്ചസ് തന്നെയാണ്. ഞാൻ സ്പെഷ്യലൈസ് ഫോർ ഗ്രോത്ത്, ഹോസ്പിറ്റലിൽ വളർച്ചയ്ക്കായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതിലും ചലഞ്ചസ് നമ്മൾ നേരിടണം. പ്രിപ്പയർ ഫോർ ഫ്യൂച്ചർ, ഫ്യൂച്ചറിൽ ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ അത് റൺ ചെയ്യണമെങ്കിലും നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യണം. ദെൻ മാനേജിങ് മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ്, അതുപോലെ തന്നെ മെഡിക്കെയ്ഡ് പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ മാനേജ്മെന്റ് ചെയ്തേ പറ്റും. ഇനി എന്താണ് മെഡിക്കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും ഏകദേശം ഒരു ഇൻഷുറൻസിന്റെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? പറയാം. അതായത് മെഡിക്കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്രോഗ്രാം ഒക്കെ തന്നെയാണ്. ഇപ്പൊ ഒരു അബൌട്ട് 65 years ഒക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് മെഡിക്കെയർ പ്രോഗ്രാംസുകൾ, അപ്പൊ അതിനെയൊക്കെ മാനേജ് ചെയ്യണം. അതുപോലെ മെഡിക്കെയ്ഡ്, എന്താ മെഡിക്കെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇൻഷുറൻസ് പ്രോഗ്രാം തന്നെയാണ്. കുറഞ്ഞ നിരക്കിലുള്ള ഇൻഷുറൻസ് പ്രോഗ്രാമുകൾ, അതായത് എക്സാമ്പിൾ പറയുന്നെങ്കിൽ നമ്മൾ RSPY കേട്ടിട്ടുണ്ടോ? ബാക്ക്വേർഡ് ആയ സമൂഹത്തിൽ കുറച്ചും കൂടി എന്താ പറയാ ബാക്ക്വേർഡ് ആയവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസുകളൊക്കെ ഇപ്പോ RSPY ഉണ്ടോ? നിങ്ങളൊക്കെ വീട്ടിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നതിലേക്ക് ഈ RSPYയുടെ കാർഡുള്ളവര്, മെഡിക്ലൈം ഉള്ളവര് അല്ലെ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് കാരുണ്യ പ്ലസ് ഇൻഷുറൻസ് അല്ലെ, എന്നിങ്ങനെയുള്ള കുറഞ്ഞ നിരക്കിലുള്ള ഇൻഷുറൻസുകൾ. ഓക്കെ, കുറഞ്ഞ നിരക്കിലുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ, അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യേണ്ടത് ഇവരുടെ ഡ്യൂട്ടിയാണ്. ഇംപ്രൂവ് പേഷ്യന്റ് കെയർ ത്രൂ ടെക്നോളജി, ഇംപ്രൂവ് പേഷ്യന്റ് കെയർ ത്രൂ ടെക്നോളജി, പേഷ്യന്റ് കെയർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു പേഷ്യന്റ് കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇത്രയുമാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തൊക്കെയാണ്? കോമ്പറ്റീവ് ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, സ്പെഷ്യലൈസ്ഡ് ഫോർ ഗ്രോത്ത്, പ്രിപ്പയർ ഫോർ ഫ്യൂച്ചർ, മാനേജിംഗ് മെഡിക്കെയർ ആൻഡ് മെഡിക്കെയ്ഡ്, ഇംപ്രൂവ് പേഷ്യന്റ് കെയർ ത്രൂ ടെക്നോളജി. ഓക്കെ, വായിച്ചു നോക്കാം. ഒരു 5 പ്രാവശ്യം വായിച്ചു നോക്കണം കേട്ടോ, കാരണം ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചലഞ്ചസ്. സോ ഇമ്പോർട്ടന്റ് എന്ന് സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്തിടാ കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ ചലഞ്ചസ്? ഓക്കെ, നെക്സ്റ്റ് വൺ എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് 4 എലമെന്റ്സ് ആണ്. അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ്, ദ ഫോളോയിങ് ആർ എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ പ്രധാനമായിട്ടും 4 എലമെന്റ്സ് ആണുള്ളത്.
personal management, financial management, material management, then time management. Okay, underline ചെയ്യാം, mark ചെയ്യാം ട്ടോ elements കള്. Personal management, financial management, material management and time management. ഇനി ഓരോന്നിനെ കുറിച്ചാണ്, ഓരോ എലമെന്റ്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ, പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റ്, പേഴ്സണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? എന്താ? എംപ്ലോയി എന്നാണ് കേട്ടോ. പേഴ്സണൽ, പേഴ്സണൽ വ്യക്തി എന്നുള്ള മീനിങ് അല്ല, പേഴ്സണൽ സ്പെല്ലിംഗ് നോക്കാം കേട്ടോ. പേഴ്സണൽ മാനേജ്മെന്റ്, the function of caring for the staff in the organization is known as personnel management. Underline ചെയ്യാം കേട്ടോ. എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? The function of caring for staff in the organization. ഓർഗനൈസേഷൻസിലെ സ്റ്റാഫിനെ കെയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പേഴ്സണൽ മാനേജ്മെന്റ്. ആ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നത്, അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? Then steps of personal management. പേഴ്സണൽ മാനേജ്മെന്റിന്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ഹ്യൂമൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. അപ്പോ രണ്ട് സ്റ്റെപ്പാണ് പേഴ്സണൽ മാനേജ്മെന്റിന് വരുന്നത്. ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്നും ദെൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? This is an information decision-making process designed to ensure that enough competent people and appropriate skills are available to perform jobs where and when needed. എന്താണ് പറയുന്നത്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇതൊരു ഡിസിഷൻ പ്രോസസ് ആണെന്ന്, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? To ensure that enough competent people and appropriate skills are available to perform jobs where and when needed. എന്താണ് പറയുന്നത് അല്ലേ? അതായത് ഇപ്പൊ ഒരു ആവശ്യമുള്ളിടത്ത്, അതായത് ഒരു എവിടെയാണോ വേക്കൻസി ഉള്ളത്, സോ അത് ആവശ്യമുള്ളിടത്ത് ആ ഒരു ജോലി കൃത്യമായിട്ടും ആ ഒരു വർക്ക് നിർവഹിക്കുന്നതിന് വേണ്ടി കോമ്പറ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു വേക്കൻസി ഉണ്ട്, അവിടേക്ക് കഴിവുള്ള വ്യക്തി വേണം അല്ലെ, അല്ലാതെ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് ഇടാൻ പറ്റുമോ? ഇല്ല. സോ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസിഷൻ ചെയ്യുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് സ്റ്റെപ്സ് ആണ് അടുത്തത് നോക്കാനുള്ളത്. റിക്രൂട്ട്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി റിക്രൂട്ട്മെന്റിലെ സ്റ്റെപ്സ് ആണ് അടുത്തത് പറയുന്നത്. റിക്രൂട്ട്മെന്റിലെ സ്റ്റെപ്പ് ആണ് ജോബ് അനാലിസിസ്. ഇറ്റ് ഹാസ് ടു കോമ്പോണൻസ്. ജോബ് അനാലിസിസിന് രണ്ട് കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, എന്താണ് നോക്കാം, എളുപ്പമാണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് വൺ പറയുന്നത് ജോബ് സ്പെസിഫിക്കേഷൻ. എന്താണ് ജോബ് സ്പെസിഫിക്കേഷൻ? A job specification in the list of your recommended qualities for a person to qualify for and success in a position. Underline ചെയ്യാം കേട്ടോ. ജോബ് സ്പെസിഫിക്കേഷൻ എന്താണെന്ന് അണ്ടർലൈൻ ചെയ്യാം, എന്താണെന്ന് പറയാം. A job specification in the list of recommended qualities for a person to qualify for and successful in a position. എന്താണ് പറയുന്നത്? അതായത് ഒരു ജോലിയില്, ഒരു ജോബ്, ആ ജോബിന് പ്രവേശിക്കാൻ അല്ലെങ്കിൽ ആ ജോലി നല്ല രീതിയിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവുകൾ അല്ലെ, ക്വാളിറ്റി, ദെൻ ക്വാളിഫിക്കേഷൻസ്, ആ ഒരു ജോലി കൃത്യമായിട്ട് അവൻ ആ പൊസിഷൻ നിർവഹിക്കാൻ അവനാവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവുകള്, സ്കിൽസ്, അതുപോലെ തന്നെ എന്താണ് എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡോക്യുമെന്റേഷൻ, ഒരു റെക്കമെൻഡഡ് ഒരു ലിസ്റ്റിനെയാണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അണ്ടർലൈൻ ചെയ്തു എല്ലാവരും ജോബ് സ്പെസിഫിക്കേഷൻ. അണ്ടർലൈൻ ചെയ്തില്ലേ? എക്സാമിന് ചോദിക്കോ കേട്ടോ. ജോബ് സ്പെസിഫിക്കേഷനും ജോബ് ഡിസ്ക്രിപ്ഷനും ഒക്കെ ചോദിക്കാറുണ്ടേ. ഓക്കെ, അപ്പൊ ഒരു വ്യക്തി എന്താണ് ഒരു ജോലിയിൽ പ്രവേശിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെ കഴിവുകളും
എക്സ്പീരിയൻസ്, അറിവ്, ഇതിനെ എല്ലാം നമ്മൾ ഒരു രേഖാമൂലം എഴുതുന്നതിനെയാണ് എന്ത് വിളിക്കുക? ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ജോബ് ഡിസ്ക്രിപ്ഷൻ. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? Job description refers to a written informative documentation that states the duties, tasks, responsibilities, and qualifications of a job based on finding of a job analysis. അല്ലേ? അതായത് ഇവിടെ എന്താ പറയുന്നത്? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ജോലിക്ക് അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ചുമതലകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട, ഡ്യൂട്ടികൾ, ടാസ്കുകൾ എന്തൊക്കെയാണ്, റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, എന്നിവയെ കുറിച്ചിട്ടുള്ള എന്താണ് ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇപ്പൊ നിങ്ങൾ ജോബ് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഇപ്പോ എന്താ പറയാ ജോലി നോക്കാനായിട്ട് കുറെ ആപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കുക്കുകളാണെങ്കിൽ ജോലി സെർച്ച് ചെയ്ത് ഇപ്പൊ കുക്കറിലോ അല്ലെങ്കിൽ എന്താ പറയാ OLX-ലോ നിങ്ങൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ അതില് ഇങ്ങനെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? ജോബ് നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ, അപ്പൊ നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഒഴിവ് നമ്മൾ കണ്ടു. then അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്തൊന്ന് നോക്കുമ്പോൾ അതില് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. സാലറി അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ആരും ശ്രദ്ധിച്ചിട്ടില്ല? ശ്രദ്ധിച്ചിട്ടുണ്ടോ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ? നിങ്ങൾ ആരും നോക്കിയിട്ടില്ല, ജോബ് സെർച്ച് ചെയ്തിട്ടില്ല? മറ്റെന്തെങ്കിലും ജോബിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോബ് സെർച്ച് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? അപ്പൊ നിങ്ങൾ അങ്ങനെ ഇല്ല, ആരും സെർച്ച് ചെയ്തിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഓക്കെ. ഇനി കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ഏതെങ്കിലും ഒരു എന്താ പറയാ ഓഫീസ് സ്റ്റാഫ് വേക്കൻസിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ജോബ് ഒന്ന് അടിച്ചു നോക്കാം. അപ്പൊ അതില് ഇങ്ങനെ ഒരുപാട് വേക്കൻസി കാണും. സോ നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതില് സാലറി ദെൻ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഡിസ്ക്രിപ്ഷനിൽ വിവരങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു പാരഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ അവിടെ ചെയ്യേണ്ട വർക്ക്, നമ്മളുടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, കോർഡിനേറ്റ് ചെയ്യണോ, ടാസ്കുകൾ എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ക്വാളിഫിക്കേഷൻസ്, ഇതെല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് വിവരണം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി കാണാത്തവരാണെങ്കിൽ ഇത് തന്നെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഏതെങ്കിലും ഒരു ജോബിന്റെ ആയിക്കൊള്ളട്ടെ. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ക്ലിയർ ആകും. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇനി ഒന്ന് വായിച്ചു നോക്കി. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് തുടങ്ങി ആ ജോബ് ഡിസ്ക്രിപ്ഷൻ വരെ അത് വായിക്കാം, മനസ്സിലാക്കി വായിക്കാം. ജോബ് ഡിസ്ക്രിപ്ഷനും അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അയച്ചോ? കംപ്ലീറ്റ് ചെയ്യാണ്ടോ? ജോബ് ഡിസ്ക്രിപ്ഷനും ജോബ് സ്പെസിഫിക്കേഷനും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
വായിച്ചു കഴിഞ്ഞ എല്ലാവരും ജോബ് സ്പെസിഫിക് ജോബ് ഡിസ്ക്രിപ്ഷൻ വരെ. Okay, then next one, selection. എന്താണ് സെലക്ഷൻ എന്നാണ്? Selection is a process. Selection is a process of identifying and hiring the applicants for the filling the vacancies in an organization. Underline ചെയ്യാട്ടോ. Selection എന്നാൽ എന്ത്? Selection is a process of identifying and hiring the applicants for the filling the vacancies in an organization. ഒരു ഓർഗനൈസേഷൻസിൽ വേക്കൻസീസ് ഒഴിവുകൾ നികത്താൻ വേണ്ടി നമ്മൾ അപേക്ഷകരെ ക്ഷണിക്കുന്ന അല്ലെ, അപേക്ഷകരെ നമ്മൾ കണ്ടെത്തുന്നത്, ആപ്ലിക്കൻസിനെ ഹയർ ചെയ്യണം, കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? സെലക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തല്ലോ സെലക്ഷൻ. ഇനി നെക്സ്റ്റ് വൺ, സെലക്ഷന്റെ സ്റ്റെപ്സ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. ബിഫോർ ദി ആക്ച്വൽ റിക്രൂട്ടിംഗ് പ്രോസസ്, it is essential to perform a job analysis is to understand precisely what an organization needs and where it needs. എന്താണ് പറയുന്നത്? ബിഫോർ ആക്ച്വൽ റിക്രൂട്ടിംഗ് പ്രോസസ്സ് അല്ലെ, അതായത് റിക്രൂട്ടിംഗ് പ്രോസസ്സിന് മുൻപായിട്ട് നമ്മൾ ഒരു ജോബ് അനാലിസിസ് നടത്തണം അല്ലെ. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഓർഗനൈസേഷന് എന്താണ് വേണ്ടത്, എങ്ങനെയുള്ള എംപ്ലോയീസിനെ വേണ്ടത്, എങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെയാണ് വേണ്ടത് എന്നെല്ലാം നോക്കിക്കൊണ്ട് ഒരു ജോബ് അനാലിസിസ് നമ്മൾ ഫസ്റ്റ് വൺ നടത്തിയിരിക്കണം. ഇനി a job analysis will provide clear position overview which will help to attract the right talent. ഇപ്പൊ ജോബ് അനാലിസിസ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലിയർ ആയിട്ടുള്ള ഒരു പൊസിഷനിലോട്ട് ആ പൊസിഷനിലോട്ട് എത്തേണ്ട വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അതായത് ഒരു ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ ജോലിയെ കുറിച്ചിട്ടുള്ള വിശകലനം കൊടുത്തിട്ടുണ്ടാവും. സോ അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയാ, അതിനനുസരിച്ചിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ലാതെ നമുക്കിപ്പോ ചില ഇതിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ വെറുതെ അപ്ലൈ ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മളിപ്പോ വേക്കൻസികൾ കാണും. സോ അതിൽ ക്വാളിഫിക്കേഷൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു ജോബിനകത്തോട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമുണ്ടോ? നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ഇല്ല. ഇപ്പൊ ഒരു ഡിഗ്രി ലെവൽ ബേസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഒരു +2 ബേസ്ഡിലുള്ള വ്യക്തി കൊടുത്തിട്ട് കാര്യമുണ്ടോ? അവരവിടെ പ്രിഫറൻസ് ആർക്കായിട്ട് കൊടുക്കുക? ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനായിരിക്കും. സോ അവര് ജോബ് അനാലിസിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ആ ക്വാളിഫിക്കേഷൻ ഉള്ളവര് അതിനകത്തോട്ട് മീൻസ് നമ്മുടെ ആപ്ലിക്കൻസ് കൊടുക്കും. Then once the job positioning process is done, you will begin receiving applications for many candidates. ഒരുപാട് കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് ലഭിക്കുന്നു. ദിസ് ഈസ് ഫോർ ദി സെലക്ഷൻ പ്രോസസ് ബി. അതിൽ നിന്നാണ് നമ്മൾ ഒരുപാട് കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് ലഭിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആപ്ലിക്കൻസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ഷൻ പ്രോസസ്. ഇനിയാണ് പറയുന്നത് here are the 6 steps of an employee selection process. ആപ്ലിക്കേഷൻസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. Then അതിൽ നിന്നും നമ്മൾ ഒരു 6 സ്റ്റെപ്പ് സെലക്ഷൻ പ്രോസസ് ആണ് നടത്തുന്നത്. Then ഈ ഒരു 6 സ്റ്റെപ്പ് സെലക്ഷൻ പ്രോസസ്സിൽ നിന്നാണ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ആ 6 സ്റ്റെപ്പ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. സ്റ്റെപ്സുകളൊക്കെ പേര് നോക്കി വെക്കാം. ഇനിഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്, എംപ്ലോയി ടെസ്റ്റ്, then selection interview, verification and references, physical examination, then final decision. കണ്ടോ, ഒരു 6 സ്റ്റെപ്പിലുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് നമ്മൾ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നത്. സ്റ്റെപ്സ് ഒന്ന് വായിച്ചു നോക്കി, 6 സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്ന്. സെലക്ഷൻ പ്രോസസ്സിലെ 6 സ്റ്റെപ്സുകൾ ഏതൊക്കെയാണ്?
വായിച്ചോ? ഏതൊക്കെയാണ് 6 സ്റ്റെപ്സുകള്? ഇന്റർവ്യൂ സെലക്ഷന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സുകള്. ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്, എംപ്ലോയ്മെന്റ് ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂ, വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസസ്, ഫിസിക്കൽ എക്സാമിനേഷൻ, ഫൈനൽ ഡിസിഷൻ. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇനീഷ്യൽ സ്ക്രീനിങ് ആപ്ലിക്കേഷൻസ്. ഫസ്റ്റത്തെ പ്രാരംഭ സ്ക്രീനിങ് ഫസ്റ്റത്തെ സ്റ്റെപ്പ് ആണ് നോക്കാം. During the initial screening, an applicant completes an application form and submits a resume and cover letter. ഫസ്റ്റ് സ്റ്റേജില് ഫസ്റ്റ് സ്റ്റെപ്സിൽ ചെയ്യുന്നത് ആപ്ലിക്കൻസ് എന്ത് ചെയ്യും? ആപ്ലിക്കേഷൻ ഫോം കൊടുക്കും അല്ലെ? ആ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ഫിൽ ചെയ്തിട്ട് അതുപോലെ തന്നെ അവരുടെ റെസ്യൂം ബയോഡേറ്റയും കൂടിയിട്ട് കവർ ലെറ്ററിൽ സമർപ്പിക്കുന്നു. Then human resources will then review this information and conduct brief screening interview. then നമ്മളിപ്പോ ആപ്ലിക്കേഷൻ ഫോമും ബയോഡേറ്റയും കൂടി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മാനേജ്മെന്റ് ഒരു 30 മിനിറ്റ്സ് ഒരു ബ്രീഫ് ആയിട്ട് ചെറിയൊരു ഇന്റർവ്യൂ നടത്തുന്നത്. ചിലപ്പോൾ അത് സ്ക്രീനിങ് ഒരു 30 മിനിറ്റ്സ് ഇന്റർവ്യൂ ആകാം, പ്ലസ് ഓവർ ദി ടെലിഫോൺ അല്ലെങ്കിൽ ടെലിഫോൺ ഇന്റർവ്യൂ ആയിട്ട് നടത്തുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? ആദ്യത്തെ സ്റ്റെപ്പ് ആദ്യം എന്ത് ചെയ്യുന്നു? ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യിപ്പിക്കുന്നു. then ആപ്ലിക്കേഷൻ ഫോമും അതോടൊപ്പം തന്നെ നമ്മുടെ ബയോഡേറ്റയും കൂടി കൊടുക്കുന്നു. then അതിൽ നിന്നും അവര് ഒരു 30 മിനിറ്റ്സ് ഒരു ഇന്റർവ്യൂ നടത്തുന്നു. ചിലപ്പോൾ നേരെ ഡയറക്റ്റ് ഇന്റർവ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ടെലിഫോൺ ഇന്റർവ്യൂ നടത്തുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് സ്റ്റെപ്പ് സെലക്ഷൻ പ്രോസസ്സിലെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? then ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഒന്ന് വായിച്ചു നോക്കി. ഓരോ സ്റ്റെപ്പും വായിച്ചിട്ട് മതി കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആകണ്ട. ഒന്നാമത്തെ സ്റ്റെപ്പ് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തേതാണ് എംപ്ലോയ്മെന്റ് ടെസ്റ്റ്. ഫോളോയിങ് ആൻ ഇനീഷ്യൽ സ്ക്രീനിങ്. ഇനീഷ്യൽ സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം the applicant may be asked to take one or more tests to assess his or her knowledge, skills, personality, cognitive ability and motivation. അപ്പോ ഈ നമ്മള് ചെറിയൊരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇന്റർവ്യൂവിന് ശേഷം ചെറിയൊരു ടെസ്റ്റ് നടത്തുന്നു. ടേക്ക് വൺ മോർ ടെസ്റ്റ്, വൺ ഓർ മോർ ടെസ്റ്റ്, ഒന്നോ രണ്ടോ ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുന്നു. അവരുടെ നോളജും സ്കിൽസും പേഴ്സണാലിറ്റിയും കോഗ്നിറ്റീവ് എബിലിറ്റി ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തുന്നു. Its system composed of a cognitive ability test, motivation test and personality test. 3 രീതിയിലുള്ള ടെസ്റ്റ് അവരെ കണ്ടക്ട് ചെയ്യും. These 3 tests then generate one score which allow you to predict the top performers from your selection of candidates. So ഈ 3 രീതിയിൽ ടെസ്റ്റ് നടത്തും അവര്. കോഗ്നിറ്റീവ് എബിലിറ്റി എങ്ങനെയാണ്, മോട്ടിവേഷൻ എങ്ങനെയാണ്, പേഴ്സണാലിറ്റി എങ്ങനെയാണ്. സോ ഈ 3 രീതിയിൽ ടെസ്റ്റ് നടത്തിക്കൊണ്ട് അതിന്റെ ഓവറോൾ ആയിട്ട് ഒരു സ്കോർ അവർ ഫിക്സ് ചെയ്ത് വെക്കും. ദെൻ ഈ ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിൽ ഏറ്റവും ടോപ്പർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഏതാണ്, അങ്ങനെയുള്ള ഒരു 5-10 പേരെ സെലക്ട് ചെയ്ത് വെക്കുന്നു. അതാണ് രണ്ടാമത്തെ പ്രോസസ്സിൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ടെസ്റ്റുകൾ നടത്തും. ആദ്യം നമ്മൾ പറഞ്ഞു അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തു. അതിൽ നിന്നും അവർ ചെറിയൊരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂ നടത്തി ഒരു 3 മിനിറ്റ്സോ 30 മിനിറ്റ്സ് ഇന്റർവ്യൂ, ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ അല്ലെങ്കിൽ ടെലിഫോൺ ബേസ്ഡ് ഇന്റർവ്യൂ നടത്തുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ടെസ്റ്റുകളാണ്, കുറച്ച് ടെസ്റ്റുകൾ കൊടുക്കുകയാണ്. ദെൻ അതിന്റെ ഓവറോൾ എങ്ങനെയാണ് അവരുടെ പ്രകടനം, പെർഫോമൻസ് ലെവൽ എങ്ങനെയാണ്, അത് അവര് മെഷർ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ സ്റ്റെപ്പ് വായിച്ചു നോക്കുക, എംപ്ലോയ്മെന്റ് ടെസ്റ്റ് കേട്ടോ.
Okay, വായിച്ചോ employment test. Then next one, selection interview. ഇത് നമ്മൾ ഇന്റർവ്യൂലോട്ട് സെലക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു എക്സാം ഒക്കെ നടത്തി ടെസ്റ്റുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ ടോപ്പ് മാർക്ക് ഉള്ളവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. Then those who pass initial screening are invited to face interviews. നമ്മൾ ആ ഒരു ടെസ്റ്റിൽ നിന്നൊക്കെ നല്ലൊരു മാർക്ക് നേടിയിട്ടുള്ള കുറച്ച് കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. Then ആ കാൻഡിഡേറ്റ്സിന് നമ്മൾ ഒരു face interviews കൊടുക്കുന്നു. The format of these type of interviews varies. അതായത് പല കമ്പനികളിലും ഈ ഇന്റർവ്യൂ നടത്തുന്ന ഫോർമാറ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. എങ്ങനെയാണ്? Some companies prefer to have all day interviews, where interviews meet the different interviewers each hours. Whereas other companies rather have candidates meet with key personnel one day, then invite them back for a second meeting with executives. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ സെലക്ഷൻ ഒക്കെ ചെയ്തു, എക്സാം ഒക്കെ നടത്തി, ടെസ്റ്റുകളിൽ നിന്നും നല്ല എന്താ പറയാ ടോപ്പ് ലെവലുള്ള കാൻഡിഡേറ്റ്സ് തിരഞ്ഞെടുത്തു. അതിനുശേഷം നമുക്ക് അവർക്കൊരു face-to-face ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ചില കമ്പനികളൊക്കെ ആണെങ്കിൽ ഡെയിലി ഇന്റർവ്യൂ ഒക്കെ നടത്തും, എല്ലാ ദിവസവും ഇന്റർവ്യൂ ഒക്കെ നടത്തുവര്. ഇനി ചില കമ്പനികളാണെങ്കിലോ ഒരു ദിവസം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഒരു ദിവസം ഒരു ഡേ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ദെൻ അന്നത്തെ ദിവസം അവിടുത്തെ എല്ലാ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂ നടത്തും. നമ്മൾ ഇന്റർവ്യൂ ചെന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഇന്റർവ്യൂ ബോർഡിലെ കുറെ ആളുകളൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ അത് ഓരോ കമ്പനികളിലും വ്യത്യസ്തമായിരിക്കുന്ന ഇന്റർവ്യൂ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഇന്റർവ്യൂ സെക്കൻഡ് റൗണ്ടിലൊക്കെ ആണെങ്കിൽ അവര് എക്സിക്യൂട്ടീവ്സുകളെ വെച്ചിട്ട് ഇന്റർവ്യൂ നടത്തും. അപ്പൊ 1-2 റൗണ്ട്സ് ഇന്റർവ്യൂ ഒക്കെ നടത്തും. ഒരു ഇന്റർവ്യൂ പാസ് ആയതുകൊണ്ട് പറഞ്ഞ കാര്യമില്ല, ചില കമ്പനികള് രണ്ടാമത് എക്സിക്യൂട്ടീവ്സിനെ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തും. This interview is structured to observe communication skills and motivation, and the applicant may be presented with a realistic job situation, such as dealing with disgruntled customer and asked to describe how he or she would handle the problem. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂസ് നമ്മൾ നടത്തുമ്പോൾ മെയിൻ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ആ കാൻഡിഡേറ്റ്സിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നല്ല രീതിയിൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അവരുടെ കഴിവുകളും, ദെൻ മോട്ടിവേഷൻ ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്റർവ്യൂവിൽ അവർ നോക്കുന്നത്. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരാണ് ആണോ? അല്ലേ? ആണോ? ചുമ്മാ ടൈം പാസിന് വേണ്ടിയിട്ടാണോ കോഴ്സ് ചെയ്യുന്നത്? അല്ല, നമുക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ഒരു ജോബ് വേണം. സോ നിങ്ങൾ പഠിച്ച് നല്ല മാർക്ക് നേടണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. പലർക്കും അതിന്റെ പേടിയുള്ള ഒരു സംഭവമാണ് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ളത്. ആണോ? ഫസ്റ്റ് ടൈം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാരൊക്കെ ഉണ്ട്? ഇതുവരെ വേറെ ഇന്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് വേണം ഫസ്റ്റ് ടൈം ഒരു ഇന്റർവ്യൂ കയറാനായിട്ട്. ആരെങ്കിലും ഉണ്ട് അങ്ങനെ? ആരുമില്ല. എല്ലാവരും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഓക്കെ, കുറച്ച് പേരൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചോ നിങ്ങള്, ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്തത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണെന്ന്. അല്ലാതെ അവർ ചോദിക്കുന്നതിന് എല്ലാത്തിനും ആൻസർ പറയണ്ടെന്നല്ല. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, നമ്മൾ പഠിച്ചതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. അപ്പൊ നിങ്ങള് അത് എങ്ങനെയാണ്, ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റണമെന്നില്ല അല്ലേ? സോ പക്ഷെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് അവിടെ നോക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിലായിക്കോട്ടെ, ചിലപ്പോൾ മലയാളത്തിലായിരിക്കാം ചോദിക്കുക, ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കാം. ഇനി ചിലപ്പോൾ ചില ആളുകളുണ്ട് നമുക്ക് ടെൻഷൻ കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല, ഒരു വെപ്രാളം, ഒരു തപ്പൽ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയില്ലേ? അങ്ങനെയുള്ളവരുണ്ടോ? ആരുമില്ല. എല്ലാവർക്കും ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ പ്രധാനമായിട്ട് നോക്കുന്നത്, അതായത് ടെൻഷൻ ഒന്നും പാടില്ല, വളരെ കൂൾ ആയിട്ടിരിക്കാം നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ. ഓക്കെ, വളരെ കൂൾ മൈൻഡോട് കൂടി ഇരിക്കുക. നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് അറിയാവുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ പറയുക. അറിയില്ല എങ്കിൽ അറിയില്ല എന്ന് പറയുക. അല്ലാതെ നമുക്ക് അറിയില്ലെങ്കിലും അതിന്മ പിടിച്ചിട്ട് എന്താ പറയാ, അറിയില്ലാത്ത കാര്യങ്ങൾ കൂടുതലായിട്ട് നമ്മൾ തന്നെ സ്വയം ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കണ്ട. അപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് അവിടെ നോക്കുന്നത്. Such as dealing with disgruntled customer. Disgruntled എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കസ്റ്റമർ, ഒരു കസ്റ്റമർ ഇപ്പൊ നമ്മൾ ഒരു വർക്ക് ചെയ്യാൻ പോണേണ്. സോ അവിടെ നമ്മളൊരു ഡിസ്ഗ്രണ്ടിൽഡ് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയാ ഒരു റഫ് ആയിട്ടുള്ള കസ്റ്റമർ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം,
അല്ലെ? ഒരു പ്രോബ്ലം, ഒരു കസ്റ്റമർ ഒരു പ്രോബ്ലം ആയിട്ട് വരികയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന്. സോ നല്ലൊരു കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. സെലക്ഷൻ ഇന്റർവ്യൂ വായിക്കാം. കംപ്ലീറ്റ് ചെയ്തില്ലേ? നെക്സ്റ്റ് വൺ വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസസ്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ പോയിന്റ്സുകളെ. വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസസ്. ഇഫ് ആപ്ലിക്കൻസ് പാസ് ദ സെലക്ഷൻ ഇന്റർവ്യൂ, നമ്മളിപ്പോ ഇന്റർവ്യൂവിൽ ആപ്ലിക്കന്റ് പാസ്സായി. മോസ്റ്റ് ഫോംസ് എക്സാമിൻ ദെയർ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ചെക്ക് ദെയർ റെഫറൻസ്. അപ്പൊ ഇന്റർവ്യൂവിലൊക്കെ പാസ്സായതിനു ശേഷം ജോലിയിലേക്ക് എടുത്തിട്ടില്ലാട്ടോ, അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? ആ കാൻഡിഡേറ്റ്സിന്റെ എന്തായിരുന്നു ഡിസ്ഗ്രണ്ടഡ് മീൻസ് റഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ള ആ കസ്റ്റമേഴ്സ്. ഓക്കെ, then verification and references. If applicants pass the selection interview, applicant എന്തായി ഇന്റർവ്യൂ പാസ്സായി. അതിനുശേഷം ആ ആപ്ലിക്കന്റിനെ നമ്മൾ ജോലിയിലേക്ക് എടുക്കുന്നതിന് മുൻപായിട്ട് ആപ്ലിക്കൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കും. എങ്ങനെയുള്ള വ്യക്തികളാണ്, എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കമ്പനി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നു. ടുഡേ എംപ്ലോയേഴ്സ് റിവ്യൂ ആപ്ലിക്കന്റ് ബാക്ക്ഗ്രൗണ്ട്. ആപ്ലിക്കൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കുന്നു. ലീഗൽ ഹിസ്റ്ററി, അങ്ങനെ എന്തെങ്കിലും മുമ്പ് വല്ല പഴയ ചരിത്രം എന്തെങ്കിലും ഒക്കെ ഉണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉള്ള വ്യക്തിയാണോ. റീസൺ ഫോർ ലിവിംഗ് പ്രീവിയസ് ജോബ്. ഇനി നമ്മൾ ഡയറക്റ്റ് ബയോഡേറ്റയിൽ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാകും പ്രീവിയസ് ഒരു ജോബ് ഉണ്ടായിരുന്നു, അപ്പൊ അതിൽ നിന്നും റിസൈൻ ചെയ്തിട്ടായിരിക്കും. അതിന്റെ റീസൺസ്, എന്തുകൊണ്ടാണ് ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തത്, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആളെ അവിടെ നിന്ന് വിട്ടതാണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അറിയണം. ഈവൻ ക്രെഡിറ്റ് വർത്തിനെസ് എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് വർത്തിനെസ്, എന്തുകൊണ്ടാണ് ആ ഒരു ക്രെഡിറ്റ് അവിടെ ഉണ്ടാവാതിരുന്നത്, അല്ലെങ്കിൽ എല്ലാ റീസൺസ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണോ ആ ജോലിയിൽ നിന്നും പ്രീവിയസ് ആയിട്ടുള്ള ജോലിയിൽ നിന്നും ലീവ് ചെയ്യാനായിട്ടുള്ള കാരണം, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യുന്നു. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ആളെ സെലക്ട് ചെയ്യുകയുള്ളൂ. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. വെരിഫിക്കേഷൻ ആൻഡ് റെഫറൻസസ്. ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്താണ് പറയാ, ക്രെഡിറ്റ് അവർക്ക് നല്ല രീതിയിൽ അവിടെ ചെയ്യാൻ ക്രെഡിറ്റ് മീൻസ് ഒരു എന്താ പറയാ ഒരു വർത്തിനെസ് ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണെന്ന്. അതായത് പ്രീവിയസ് ജോബാണ് ഉപേക്ഷിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റാഞ്ഞത്, ഒരു വർത്തിനെസ് ഇല്ലാതെ വരുന്നത് എന്റെ റീസൺ എന്താണെന്ന്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആളെ പിരിച്ചുവിട്ടതാണോ എന്നുള്ള കാര്യങ്ങൾ. അവിടെ ക്രെഡിറ്റ് വർത്തിനെസ് ഇല്ലാന്ന് അയാൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ല, അതിന്റെ റീസൺസ് എന്താണെന്ന് ഇപ്പൊ നമ്മളോട് ചോദിക്കും. ചിലപ്പോ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്തിരുന്നു, അപ്പൊ എന്തുകൊണ്ടാണ് ആ ജോലി രാജിവെച്ചത്, അല്ലെ? ചോദിക്കില്ലേ? നമ്മൾ ഓൾറെഡി നമ്മുടെ ബയോഡാറ്റയിൽ തൊട്ട് മുമ്പ് നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിന്റെ പേര് എഴുതിയിട്ടുണ്ടാകും. അപ്പൊ നമ്മളോട് ഓൾറെഡി അവർ ചോദിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ നിന്ന് ലീവ് ചെയ്യാൻ കാരണം. ചിലപ്പോൾ നമുക്ക് പേഴ്സണലി സാലറി കുറവായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം പ്രശ്നങ്ങൾ പറയും. അപ്പൊ അവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ, ഇനി ഇവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ കമ്പനിയിൽ ഉണ്ടാക്കിയിട്ടാണോ, അവർ അവിടെ നിന്ന് വിട്ടതാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. ഓക്കെ,
വായിച്ചോ? ഓക്കെ, അപ്പൊ ഇനി 2 പോയിന്റ് കൂടി ഉണ്ട് സെലക്ഷനിൽ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലെ. ഒരുപാട് എടുത്ത് 2 പോയിന്റ് കൂടി ഉണ്ട്. അത്യാവശ്യം അത് പറയാനും ഉണ്ട്. ഓടിച്ചിട്ട് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. ഫിസിക്കൽ എക്സാമിനേഷനും ഫൈനൽ ഡിസിഷനും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. മതിയോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം നമുക്ക് എന്തായാലും. ഓക്കെ, അപ്പോ എടുത്ത് അത്രയും നന്നായിട്ട് പഠിക്കുക, മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കണം കേട്ടോ. റെസ്പോൺസ് ഒക്കെ ചെയ്യണം. ഓക്കെ, ചെയ്യൂലേ? റെസ്പോൺസ് ഒക്കെ ചെയ്യില്ലേ? ആക്റ്റീവ് ആയിട്ട് ഇരിക്കും എല്ലാവരും. ഇവിടെ ഉണ്ടോ? കുറച്ചുപേരെ തുടങ്ങി തോന്നുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക. ദെൻ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുക. നന്നായിട്ട് പഠിക്കണം. ഒരുപാട് പഠിക്കാനുണ്ട്. പോയിന്റ്സുകളൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഡെഫിനിഷൻസുകൾ ഉണ്ട്. കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. Okay, thank you all.